ദജ്ജാലിനേക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കൂട്ടരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗൈറുദ്ദജ്ജാലി അഖ്വഫു അലാ ഉമ്മത്തി മിനദ്ദജ്ജാലി അൽ അഇമ്മത്തുൽ മുളില്ലൂന. എൻ്റെ സമുദായത്തിന് ദജ്ജാലിനേക്കാൾ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അൽ അഇമ്മത്തുൽ മുളില്ലൂന, വഴി തെറ്റിക്കുന്ന നേതാക്കളെയാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു വിഭാഗം വഴിതെറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവും. അത് ദജ്ജാലിനേക്കാൾ വലിയ ഫിത്ന ഉള്ളവരാണ്, വഴിതെറ്റിക്കുന്നവരാണ്, പിഴപ്പിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫിത്ന എല്ലാവർക്കും അറിയാം. അവന് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ മാത്രമേ അവനുണ്ടാവും, അവൻ്റെ ഫിത്ന. പക്ഷേ ഈ വഴിതെറ്റിക്കുന്ന നേതാക്കൾ എല്ലാ കാലത്തും ഉണ്ടാവും. അവർ മനുഷ്യന്മാരെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദജ്ജാലിനേക്കാൾ ഏറ്റവും ഞാൻ എൻ്റെ സമുദായത്തിന് ഭയപ്പെടുന്നത് വഴിതെറ്റിപ്പിക്കുന്ന നേതാക്കളെയാണ്. അപ്പോൾ വഴിതെറ്റിപ്പിക്കുന്ന നേതാക്കൾ, നല്ല നേതാക്കളുണ്ട്, വഴിതെറ്റിപ്പിക്കുന്ന നേതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പിക്കുന്ന നേതാക്കളെ പിൻപറ്റാൻ പാടില്ല. അതേസമയത്ത് നല്ല നേതാക്കളെ നമ്മൾ പിൻപറ്റണം എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ വഴി തെറ്റിക്കുന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും താബിഈങ്ങളും കൊണ്ടുവന്ന ആ സുന്ദരമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ വഴി തെറ്റിക്കുന്നവരാണ്. അഥവാ അവർ ചെയ്തത് അല്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളൊക്കെ കാണിച്ചു തന്ന ആ ഇസ്ലാമിൻ്റെ നേരായ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് സുന്നികളായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ പറയുന്നത്. ആ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. എന്നാൽ പിഴച്ച ആളുകൾ, അഥവാ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില നേതാക്കളുണ്ട്. അവരെന്താ ചെയ്യുക? അവർ ഖുർആനോതും, അവർ ഹദീസോതും, എന്നിട്ട് അവർ വിചാരിച്ച ഒരാശയം ഉണ്ടാവും, അതിലേക്ക് അവർ കൊണ്ടുവരും ജനങ്ങളെ. അതാണ് വഴിതെറ്റിക്കുന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ. ഖുർആനായത്തോതും ഹദീസൊക്കെ ഓതും, എന്നിട്ട് അവർ ഉദ്ദേശിച്ച ഒരാശയം ഉണ്ടാവും, അതിലേക്ക് കൊണ്ടുവരും. ഏതിലേക്കല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും താബിഈങ്ങളും കൊണ്ടുവന്ന ആ ചര്യയല്ല, ഖുർആനിൽ പറഞ്ഞ നേരായ ആശയമല്ല. ഈ നേതാക്കൾ എന്താ ചെയ്യുക? പ്രസംഗിച്ചിട്ട് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുക. ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തന്നെ, വിശ്വാസത്തിൽ നിന്ന് തന്നെ വഴിതെറ്റിക്കുന്നു. മാത്രമല്ല, ശരിയായ വിശ്വാസക്കാരെ അവർ ചീത്ത പറയുകയും ചെയ്യും, അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതാണ്. അപ്പോൾ ആ വഴിതെറ്റിക്കുന്ന നേതാക്കളെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അവരെ വാക്ക് കേട്ട് നമ്മളതിൽ പെട്ടുപോയാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഒരുപാട് പുണ്യ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന നേതാക്കളെ പിന്തുടരരുത്. ഇവരെന്താ ചെയ്യാന്നറിയോ? ഈ വഴിതെറ്റിക്കുന്ന നേതാക്കൾ അവർ പ്രസംഗിക്കും, ഒരു സമയത്ത് ഒന്ന് പറയും, മറ്റൊരു സമയത്ത് വേറൊന്ന് പറയും. ഇങ്ങനെ അവർ ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുകയില്ല, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും. അതാണ് നമുക്ക് സ്വഹാബത്തും താബിഈങ്ങളൊക്കെ കാണിച്ചു തന്ന ആ മാർഗം.
ഖുർആൻ അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്, വിശദീകരിച്ചത്, നബി തങ്ങൾ പ്രവർത്തിച്ചത്. അതൊക്കെ സ്വഹാബികൾ കണ്ടു. സ്വഹാബികൾ അത് നമുക്ക് പകർത്തി തന്നു, നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളും അത് അംഗീകരിക്കുന്നു. അതാണ് നേരായ മാർഗം. അത് പിന്നെ മാറ്റി പറയേണ്ട ആവശ്യമില്ല, കറക്റ്റാണ്. പക്ഷേ ഈ വഴിതെറ്റിക്കുന്ന നേതാക്കൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ശരിയായ ആശയം ഒരിക്കലും പറയുകയില്ല. തെറ്റായ ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും. എന്നിട്ട് അവർ വഴി പിഴപ്പിക്കും. ആരെ? ശരിയായ മുസ്ലിമീങ്ങളെ വഴി പിഴപ്പിക്കും. അതാണ് ഈ വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് ഇവരെയാണ്, വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ്. അതെല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് വലിയ ഫിത്നയാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ പെട്ടുപോകരുത്. മൊബൈലിലൂടെയാണെങ്കിലും ക്ലാസ് കേൾക്കുന്നതും നമ്മൾ സുന്നികളായ ഉസ്താദുമാരുടെ ക്ലാസ്സുകളാണ് കേൾക്കേണ്ടത്. ആ ഉസ്താദുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും താബീങ്ങളും പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ, ആ രൂപത്തിൽ തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി പറയൂല. ആരാണ് മാറ്റി പറയുന്നവർ? വഴിതെറ്റിക്കുന്ന നേതാക്കളാണ്. അവരിങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കൊരു ശരിയായ ഒരാശയത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയൂല. അതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അവരെ നമ്മൾ പിന്തുടരരുത്. നമ്മൾ പിന്തുടരേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ശരിയായ ആശയത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നവർ, അവരെയാണ്, ശരിയായ പണ്ഡിതന്മാരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അവർ പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ യൂട്യൂബിലൊക്കെ തന്നെ നമ്മൾ വീഡിയോകൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പുത്തൻവാദികൾ അവർ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരും. ആദ്യം ഫാമിലി കാര്യങ്ങളായിരിക്കും പറയുക, ഫാമിലിൻ്റെ വിഷയങ്ങളൊക്കെ പറയും. പിന്നെ അവർ മെല്ലെ മെല്ലെ അവർ ഉദ്ദേശിച്ച ആശയം അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് അവർ പറയും. അങ്ങനെ നമ്മളെ അവരെന്ത് ചെയ്യും? വഴി പിഴപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ വിശ്വാസം പോയാൽ അത് പോയി. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം പോയില്ലേ. പിന്നെ നമ്മുടെ പരലോകമൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മളെ വിശ്വാസം നമ്മൾ ഒരിക്കലും ഒരു കേടുപാടും സംഭവിക്കാതെ നമ്മൾ ആ വിശ്വാസത്തിനെ കൊണ്ട് നടക്കണം. എന്നിട്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. വഴിതെറ്റിക്കുന്ന നേതാക്കളെ നമ്മൾ അനുസരിക്കരുത്, അവരെ വാക്ക് കേട്ട് അവരെ പിന്നാലെ കൂടരുത് എന്നാണ് പറയാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും വാക്കുകളാണ്, അവരുടെ ചര്യകളാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബ പരമ്പരകളെയും അല്ലാഹു തആല ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വഴി പിഴച്ചു പോകുന്ന ഇവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയോ നമ്മുടെ കുടുംബ പരമ്പരകളെയോ അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. റാഹത്തായ നിലക്ക് ജീവിച്ച് റാഹത്തായ നിലക്ക് മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.